വികാസ് പുരുഷനായി. അദ്ദേഹത്തിൻ്റെ ഇമേജ് നരാധമനിൽ നിന്ന് മിസ്റ്റർ ഡെവലപ്മെൻറ്റിലേക്ക് ബിൽഡപ്പ് ചെയ്തെടുത്തു. ഇതൊക്കെ തന്നെ എന്താണ്? കൃത്യമായ ഒരു കോർപ്പറേറ്റ് അജണ്ടയുമായി ബന്ധപ്പെട്ട ആ കോർപ്പറേറ്റ് അജണ്ടയുടെ തന്നെ ഭാഗമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് കാണണം. അല്ലാതെ ഇവിടെ കൃഷ്ണദോസ് വാദിച്ച് തോൽക്കുന്നത് പോലെ, വാദിച്ചതെങ്കിലും തോൽക്കുകയാണ്, സ്വയം തോൽക്കുകയാണ്, വാദിച്ച് തോൽക്കുന്നത് പോലെ അത് അഴിമതി ഇല്ലാതാക്കി രാഷ്ട്രീയ പാർട്ടികളുടെ പണസമാഹരണത്തെ സുതാര്യമാക്കാനുള്ളൊരു നടപടിയേ അല്ല. രാഷ്ട്രീയ പാർട്ടികൾ അവീതമായ അങ്ങ് പറയുന്ന യുക്തി അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് ഭരണകൂടത്തിന് ഭരിക്കുന്ന പാർട്ടിക്ക് പണം കൊടുക്കാനാണെങ്കിൽ കൊടുത്താൽ മതി. ആ പണം കൊടുത്താൽ അവർക്ക് സഹായിക്കും. ഇത് അങ്ങനെയല്ലല്ലോ. ഞാനിവിടെ ചൂണ്ടിക്കാട്ടിയിൽ ഈ പറയുന്ന ഏറ്റവും നമ്പർ 1 and 2 കമ്പനികളെ കഴിഞ്ഞ 3-4 വർഷമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരന്തരം റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിക്കുന്നത്. ഇതിൽ പറയുന്ന ഈ മേഘ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, അവർ ബോണ്ട് വഴിയല്ല, അല്ലാതെ ഡയറക്റ്റായും BJPക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുത്ത ഒരു കമ്പനിയാണ്. ഇനി ഈ ഹൈദരാബാദ് കേന്ദ്രമാക്കി മറ്റൊരു കമ്പനിയുണ്ട്, ഡയറക്റ്റ് പണം കൊടുത്തൊരു കമ്പനി. അവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? 2016-17 വർഷം അവർ പണം കൊടുത്തില്ല. കൊടുക്കാഞ്ഞപ്പോൾ 2017 അവർക്ക് റെയ്ഡ് വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത് കോർപ്പറേറ്റുകൾ ഭരണകൂടവുമായി കൈകോർക്കുക, അവർക്ക് ഫണ്ട് കൊടുക്കുക, അവരുടെ CSR ഫണ്ട് കൊടുക്കുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. ദിസ് ഈസ് സംതിങ് ലൈക്ക് എക്സ്റ്റോർഷൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കോർപ്പറേറ്റുകൾക്ക്, കുത്തക മുതലാളിമാർക്ക് നിയമവിരുദ്ധമായ മാർഗ്ഗങ്ങളിലൂടെ, അതാണ് പണമെറിഞ്ഞ് പണമുണ്ടാക്കുക, അതാണ് ഗാംബ്ലിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ സാന്റിയാഗോ മാർട്ടിനൊക്കെ എന്താണ്? ഗാംബ്ലിംഗ് ക്യാപിറ്റലിൻ്റെ ആളാണ്, ചൂതാട്ട മൂലധനത്തിൻ്റെ ആളുകളാണ്. ചൂതാട്ട മൂലധനം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഉൽപ്പാദനപരമായ മാർഗ്ഗങ്ങളിലൂടെ മൂലധനം സമാഹരിക്കുന്ന, പണം സമാഹരിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് പണമെറിഞ്ഞ് പണമുണ്ടാക്കലാണ്. ആ പണമെറിഞ്ഞ് പണമുണ്ടാക്കുന്ന കമ്പോള വ്യവസ്ഥയെ ആദർശവൽക്കരിക്കുകയാണ് ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് നടന്നത്. ആ കമ്പോള ആദർശവൽക്കരണവും ഹിന്ദുത്വ വർഗീയതയും ചേർന്ന പാർട്ടിയാണ് BJP. ആ BJPയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പണമെറിഞ്ഞ് പണമുണ്ടാക്കുന്ന സർവ്വ ചൂതാട്ടക്കാരെയും സർവ്വ അഴിമതിക്കാരെയും സംരക്ഷിക്കുക. അവർ കൃത്യമായിട്ട് സർക്കാരിന് വഴങ്ങുന്നില്ലെങ്കിൽ അവർക്കെതിരായിട്ട് എന്തുണ്ടാകും? ED പോകും. ED എന്താണ്? BJPക്ക് പണമുണ്ടാക്കാനുള്ള ഒരു ഏജൻസിയാക്കി മാറ്റുന്നു. മറുഭാഗത്ത് എന്താണ്? BJP എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ തകർക്കാനുള്ള ഏജൻസിയാക്കി, ഉപകരണമാക്കി മാറ്റി. ഇതാണ് നമ്മളിപ്പോൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടി അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേ സാന്റിയാഗോ മാർട്ടിൻ്റെ ഇന്ന് 2 കോടി രൂപ പാർട്ടി പത്രം വാങ്ങിയത് വലിയ വിവാദമായിരുന്നു കുറേ വർഷം മുമ്പ്. അത് ജിംസിനും അറിയാം. ഞങ്ങളത് തിരിച്ചറിഞ്ഞപ്പോൾ ആ ബോണ്ട്, ആ പണം തിരിച്ചു കൊടുത്തവരാ. അത് ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുന്നതല്ല. ഞങ്ങളുടെ നിലപാടുകൾക്ക്, സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടുകൾക്ക് വിരുദ്ധമായ രീതിയിലാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ പണം സ്വീകരിച്ചത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പണം തിരിച്ചു കൊടുത്ത പാർട്ടിയാണ് CPM, അതിൻ്റെ മുഖപത്രം. അത് അജിംസിന് അറിയാത്തൊരു കാര്യമല്ല. അങ്ങനെ ഒരു ബാലൻസിങ്ങിന് വേണ്ടി, ഒരു സമീകരണത്തിന് വേണ്ടി ഇവരെല്ലാം ആകുന്നുണ്ട്. CPM അങ്ങനെ കാണേണ്ട അജിംസെ. ഇത് ഞങ്ങൾ തത്വാധിഷ്ഠിതമായൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നവരാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ എന്താണ്? ഇന്നത്തെ ഒരു സമൂഹത്തിനകത്ത് ഞങ്ങളുടെ പാർട്ടിയിലെയും ഏതെങ്കിലും വിഭാഗമോ ഏതെങ്കിലും നേതാക്കളോ ഒക്കെ ഇത്തരം ആളുകളിൽ നിന്ന് പണം ചോദിച്ചിട്ടുണ്ടാകാം, അവർ കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ പാർട്ടി അത് തിരിച്ചറിഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധാർമിക കേന്ദ്രങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുക എന്ന നിലപാട് CPM-ന് ഇല്ല അജിംസെ. CPM അങ്ങനെയുള്ളൊരു പാർട്ടിയാണ്. അത് ബക്കറ്റ് പിരിക്കുന്ന പാർട്ടിയാണ്. ബക്കറ്റ് പിരിവുകാരെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഞങ്ങളെ കളിയാക്കാറുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ അതിലൊരു നീതിയും ഒരു ധാർമ്മികതയും അതിലൊരു ആദർശാത്മകതയും കാണുന്നവരാണ് ഞങ്ങൾ.